ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് ബോക്സുകളെല്ലാം വെച്ച് വളരെ സിമ്പിളായി ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ. നമ്മൾ എടുത്തിട്ടുള്ള ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ബോക്സിൽ നിന്ന് നമ്മൾ 2 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ചേമ്പിലയുടെ ഷേപ്പിലാണ്. നമുക്കിത് വേണമെങ്കിൽ പേന വെച്ച് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ച് നമുക്കിന്നൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറിന്റെ പീസാണ്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇത് രണ്ടും നമുക്ക് ഇലയുടെ താഴെയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ 2 ഇലകളിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ 2 ഈർക്കിളികൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇലകളുടെ തണ്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് നമുക്ക് ഇതുപോലത്തെ കുറേ ഇലകൾ വേണം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകൾക്ക് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇലയുടെ അരികിലൂടെ ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. ഇപ്പൊ നമ്മൾ 2 ഇലകളിലും ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുത്തു. ഇനി നമ്മളിവിടെ വൈറ്റ് കളർ പെയിന്റിലേക്ക് വളരെ കുറച്ച് റെഡ് കളർ പെയിന്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇലകളിലേക്ക് ഈ ഒരു പെയിന്റും കൂടെ ഇതുപോലെ കൊടുത്തെടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ റെഡ് കളർ പെയിന്റ് വെച്ച് ഇലകളുടെ വെയിൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. റെഡ് കളർ പെയിന്റ് വെച്ച് ഇലകളുടെ അരികിലൂടെ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. 2 ഇലകളിലും നമ്മൾ റെഡ് കളർ പെയിന്റ് വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് വെച്ചും ചെയ്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഇനി നമുക്ക് ഇലയുടെ തണ്ടിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇലയുടെ താഴെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ 2 ഇലകളിലും ഇതുപോലെ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മളിവിടെ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം ഇതിനകത്തേക്കാണ് വെക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസൊക്കെ ഇതുപോലെ വെച്ചു കൊടുത്തു. ഓരോ ഇലകളും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഓരോ ഇലകളും ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് പെയിന്റും കൂടി ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിന് മുകളിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.